ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ ഓണമാണ്. ഓണമായിട്ട് ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് സാരിയൊക്കെ കൊടുത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സെറ്റ് സാരിയാണ്, അല്ലാതെ ഞാൻ സാരിയൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ എങ്ങനെ ഉടുക്കണം എന്ന് ഞാനിങ്ങനെ ആലോചിക്കുവാണ്. എനിക്കെന്തായാലും ഉടുക്കാൻ അറിയത്തില്ല, അമ്മ ഉടുപ്പിച്ച് തരും. അപ്പോൾ മുടി എന്ത് കെട്ടണം എന്നൊക്കെ ആലോചിക്കുകയാണ്. ഞാൻ ഇന്നലെ പോയപ്പോൾ പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൂവും വെച്ചിട്ടാണ് പോകാൻ പോകുന്നത്. നല്ല മണമൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഇതിന് നല്ല വിലയുണ്ട് ഗൈസ്. 100 രൂപയാണിതിന്. അപ്പോൾ എന്താ വാങ്ങിച്ച് വെക്കും എന്ന് ആലോചിക്കണം. ഇപ്പോൾ ഇന്നലെ വാങ്ങിച്ചപ്പോൾ 2 റോസയും കൂടി വാങ്ങിച്ചു, 2 അല്ല 5 വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് റെഡിയായി നോക്കാം. സാരി ഉടുത്തു, അമ്മ ഉടുപ്പിച്ച് തന്നു. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടിയൊക്കെ കെട്ടി റെഡി ആവുന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ ഒരു അനിയത്തി വന്ന സമയത്ത് അവളാണെങ്കിൽ എനിക്ക് അവളുടെ ഒരു കമ്മൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്മൽ ഇന്ന് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് ആ കമ്മൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിന്ന് ഇടുമ്പോൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് വെച്ചു. അങ്ങനെ ഞാൻ പോയി റെഡിയായിട്ടൊക്കെ വന്നു. ഇത്രേ ഉള്ളൂ എൻ്റെ ലുക്ക്. കമ്മലൊക്കെ ഇട്ടു, മാല ഇട്ടു. മുടി ഞാൻ വെറുതെ ആ പൂ ഇട്ടൊന്ന് കെട്ടി വെച്ചതാണ്. എനിക്ക് ശരിക്കും അത്രയും പൂവിൻ്റെ ആവശ്യമില്ലായിരുന്നു, കാരണം 2 മുടിയുണ്ട്, ഇതിന് മാത്രം പൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പൂ ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്ത് 2 മുഴം ഉണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഒരു മുഴമൊക്കെ അങ്ങനെ എന്തോ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന വരെയാണ്, ഞാനും അച്ഛനും അമ്മയും കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ അമ്മ വീട്ടിലെല്ലാവരും വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് എല്ലാവരും കൂടി സംസാരിക്കുകയാണ്. എല്ലാവരും അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളെന്താ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലേക്ക്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇത് NGO ക്വാർട്ടേഴ്സിൻ്റെ ആ ഒരു വഴി കൂടി ആട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ എത്തി. ഞങ്ങൾ വണ്ടി ഇടാൻ വേണ്ടി പാർക്കിംഗ് സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വണ്ടി കുറേ ദൂരെയാണ് ഇട്ടത്. അമ്പലത്തിനുള്ളിൽ കയറി. ആനോത്സവമൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കാണാൻ നിന്നില്ല, കാരണം നല്ല തിരക്കായിരുന്നു. വേഗം തന്നെ തൊഴുത് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോന്നു. ഞങ്ങൾ കാറ് കിടക്കുന്ന അങ്ങോട്ടേക്ക് പോകുവാണ്. ഇനിയിപ്പോൾ അച്ഛനോട് ഞാൻ പറയണം, അച്ഛനെ ഞാൻ വീഡിയോ കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോട് ഹായ് പറയാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഹാപ്പി ഓണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.